കുടുംബ വിചിന്തന ധ്യാനത്തിൻ്റെ ഇന്നത്തെ ധ്യാന വിഷയം കുടുംബം ആരാധനയുടെ അൾത്താര, ഫാമിലി ഈസ് ഓൾട്ടർ ഓഫ് വർഷിപ്പ് എന്നതാണ്. ദൈവത്തെ കൂടാതെ കുടുംബത്തിന് യാതൊരു അസ്തിത്വവുമില്ല. ആയതിനാൽ ദൈവത്തിലേക്കുള്ള വഴി കുടുംബത്തിലൂടെയാണെന്ന് പറയാം. മാതാപിതാക്കൾ മക്കൾക്ക് യഥാർത്ഥ വഴികാട്ടികളാകണം. മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് മക്കൾ നടക്കുന്നത്. ആയതിനാൽ നമ്മുടെ ഭവനങ്ങളിലെ വാക്കുകളും പെരുമാറ്റങ്ങളും അൾത്താരയിലെ ശുശ്രൂഷകൾക്ക് തുല്യമായി മാറണം. 1 കൊരിന്ത്യർ 6:19 പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയവും നമ്മുടെ ഓരോ പ്രവൃത്തികൾ വിശുദ്ധ ആരാധനയുമാണ്. നമ്മുടെ ഭവനങ്ങൾ ആരാധന ഇടങ്ങളാകുന്നത് നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളും പെരുമാറ്റങ്ങളും ദൈവസ്നേഹത്തിൽ പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ്. 1 കൊരിന്ത്യർ 7:14 ഭർത്താവ് മുഖാന്തരം ഭാര്യയും ഭാര്യ മുഖാന്തരം ഭർത്താവും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നാണ് വിശുദ്ധ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരസ്പര ബന്ധങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാകേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരിടമാണ് കുടുംബം. എന്നാൽ കുടുംബങ്ങൾ ഇന്ന് ധാർമ്മിക വിസ്ഫോടനത്തിൻ്റെ നടുവിലാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നതിൽ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിലുള്ളത്. ദൈവ ആരാധനയുടെ ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടുന്നിടത്താണ് നമ്മുടെ ഭവനങ്ങൾ അൾത്താരകളായി മാറുന്നത്. ഇയ്യോബിൻ്റെ ജീവിതം നമുക്കൊരു വലിയ മാതൃകാ പാഠം നൽകുന്നു. ഇയ്യോബ് 1:5 എന്നാൽ വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എപ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് തൻ്റെ മക്കൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും യാഗം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. 1. കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. ദമ്പതികൾ പരസ്പരം കുടുംബത്തിൻ്റെ ആത്മീയ ക്ഷേമത്തിനായി ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിലനിൽക്കണം. 2. ആത്മീക ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളാവുക. മക്കളുടെ ഭൗതിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്നവരായിട്ടല്ല, അവരുടെ ആത്മീക ജീവിതത്തിലും മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തണം. 3. വിശുദ്ധ ജീവിതത്തിനുള്ള ആഹ്വാനം നൽകുന്നു. മക്കൾ ദൈവസന്നിധിയിൽ വിശുദ്ധരായി വളരണമെന്ന് ഇയ്യോബ് ആഗ്രഹിച്ചു. കുടുംബാംഗങ്ങൾ വിശുദ്ധിയിലും ദൈവഭയത്തിലും വളരേണ്ടവരാണ്. 4. സ്ഥിരമായ ആത്മീയ ജീവിതം നയിച്ചു. 5 അവസാന ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എല്ലായ്പ്പോഴും ഇയ്യോബ് ഇത് ചെയ്തു പോന്നിരുന്നു എന്ന്. പ്രാർത്ഥനയും ദൈവഭക്തിയും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രവൃത്തിയല്ല, മറിച്ച് ജീവിത ശൈലിയായിരിക്കണം. നമ്മുടെ ഭവനങ്ങൾ ഒരു അൾത്താരയായി മാറുന്നത് ദൈവബന്ധത്തിൽ നമ്മുടെ ജീവിത ക്രമീകരണങ്ങൾ രൂപപ്പെടുന്നിടത്താണ്. തലമുറകൾക്ക് ദൈവത്തിലേക്കുള്ള വഴി കുടുംബത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. മാതാപിതാക്കളിലാണ് ദൈവം ഈ കടമ ഏൽപ്പിച്ചിരിക്കുന്നത്. കുടുംബത്തിലെ പ്രാർത്ഥനാ അന്തരീക്ഷം ആ ഭവനത്തിലെ അംഗങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഉള്ള അവസരങ്ങൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്നിടത്ത് ദൈവബന്ധത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ നിലനിൽക്കുന്നു. ദൈവിക ശക്തി അനുഭവിക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഇടമാണ് നമ്മുടെ കുടുംബങ്ങൾ. വിശുദ്ധിയോടെ ദൈവബന്ധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ശക്തി നൽകട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.